ഈ ഫണ്ട് നൽകിയവർ അല്ലെങ്കിൽ ഈ ബോണ്ട് എടുത്ത് അതിനായിട്ട് പണം മുടക്കിയവർ ആരൊക്കെ എന്നുള്ളത് പുറത്തു വരാതിരിക്കാൻ ഇതിനായി പണം മുടക്കിയ വ്യക്തികൾ, കോർപ്പറേറ്റുകൾ, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഈ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരരുത്, ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി പണം മുടക്കിയത്, ഏതൊക്കെ കമ്പനികളാണ്, കോർപ്പറേറ്റുകളാണെന്നുള്ള വിവരം പുറത്തു വരരുതെന്ന് കേന്ദ്ര ഗവൺമെന്റും ആഗ്രഹിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഇവ രണ്ടുപേരും ആഗ്രഹിക്കുന്ന എന്താണ്? ഈ കഴിഞ്ഞ 5-8 വർഷമായി ഈ ഗവൺമെന്റിൽ നിന്നും അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ വലിയ തരത്തിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയത് ആരൊക്കെ എന്ന് ജനം ചിന്തിക്കും. അതുപോലെ പത്രമാധ്യമങ്ങൾ അതിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരും. പലരും സമ്പത്തിന്റെ പട്ടികയിൽ അപ്പൊ 602-ൽ നിന്ന് 2ആയി മാറിയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഈ ഗവൺമെന്റിൽ നിന്ന് ഇല്ലീഗലായി നിയമവിരുദ്ധമായി പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയത്, അവർ മുടക്കിയ ഇലക്ട്രൽ ബോണ്ട് എത്ര, അവർ മുടക്കിയ പണം എത്ര എന്ന വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാകാതിരിക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് SBIയെ കൊണ്ട് പരമാവധി ഇതിന് സമയം മേടിക്കുന്ന സാഹചര്യം. പിന്നെ ഒരു കാര്യം, ഒറ്റ രൂപ കൈപ്പറ്റാതെ നിയമ പോരാട്ടം നടത്തി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് തെളിയിച്ച ഈ പാർട്ടിയെ കോൺഗ്രസിന്റെ പ്രതിനിധി വന്ന ഇടയ്ക്കിടയ്ക്ക് ഈ കുത്തണ്ട്. ആ കുത്തണതേ ആ പോക്കറ്റിൽ 1127 കോടി രൂപയുടെ ഇലക്ട്രിക് ബോണ്ട് മേടിച്ചു വെച്ച് എന്നിട്ട് വലിയ ചാനലുകളിൽ മറ്റും വന്ന് നിർമ്മാണം കിട്ടുന്ന കാര്യമില്ല. ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി, 1 രൂപ പോലും വാങ്ങിച്ചില്ല. ഞങ്ങൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. പണം മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് CPM നടത്തിയ ഈ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനത്തെ രാജ്യം മുഴുവൻ അഭിനന്ദിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വന്ന ഈ ചർച്ചയിൽ CPM അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുമെന്നല്ല, അന്തസ്സോടെ നിയമ പോരാട്ടം നടത്തി, ഫയൽ ചെയ്തു, അന്തസ്സോടെ മുന്നോട്ട് പോകുന്നു, ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നു. ഒരു തുക പോലും വേണ്ടെന്ന് പറയുന്നു. കോൺഗ്രസ് മേടിച്ച് പോക്കറ്റിലിടും, ആദായ നികുതി കൊടുക്കില്ല. ബ്ലോക്ക് ചെയ്തത് ബ്ലോക്ക് ചെയ്തത് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുമ്പോൾ പോലും തയ്യാറാകാതെ ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നു, ഗവൺമെന്റ് സംവിധാനത്തെ വഞ്ചിക്കുന്നു.